പ്ലസ് ടു ബയോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ പ്ലസ് ടു ബയോളജിയിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളിൽ ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് നോക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെ റെഡ് ഫ്ലവറിനെ വൈറ്റ് ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചു. അതിൽ റെഡ് ഫ്ലവറിൻ്റെ അലിയിൽ ക്യാപിറ്റൽ ആർ, വൈറ്റ് ഫ്ലവറിൻ്റെത് സ്മോൾ ആർ. എന്നിട്ട് ഇതിൻ്റെ ഗ്യാമേറ്റ് എഴുതുക. അപ്പോൾ റെഡിന് ക്യാപിറ്റൽ ആർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു അലീലിനെ മാത്രമേ എഴുതത്തുള്ളൂ, ക്യാപിറ്റൽ ആറിനെ മാത്രമേ എഴുതത്തുള്ളൂ. അതേപോലെ തന്നെ വൈറ്റിനും സ്മോൾ ആർ ആയതുകൊണ്ട് ഒരു സ്മോൾ ആറിനെ മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഇനി ക്യാപിറ്റൽ ആറിനെ സ്മോൾ ആറിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടും. F1 ജനറേഷനിൽ കിട്ടി. അപ്പോൾ എന്താണ്, എല്ലാം പിങ്ക് ആണ്. അപ്പോൾ പിങ്ക് ഫ്ലവറാണ് F1 ജനറേഷനിൽ കിട്ടിയത്. ഇനി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുക. ആദ്യം ക്യാപിറ്റൽ ആറിനെ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് കിട്ടും. അത് കഴിഞ്ഞ് ക്യാപിറ്റൽ ആറിനെ സ്മോൾ ആറിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ ക്രോസ് ചെയ്യിപ്പിക്കുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടും. ലാസ്റ്റ് സ്മോളിനെ ക്രോസ് ചെയ്യിപ്പിക്കുക. സ്മോൾ ആറും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ സ്മോൾ ആർ എന്ന് കിട്ടും. അപ്പോൾ F2 ജനറേഷനിൽ നോക്കിയപ്പോൾ കണ്ടത് ഒരു റെഡ് കളർ ഫ്ലവറും രണ്ട് പിങ്ക് കളർ ഫ്ലവറും ഒരു വൈറ്റ് കളർ ഫ്ലവറുമാണ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് റെഡ് ഈസ് ടു പിങ്ക് ഈസ് ടു വൈറ്റ് ആണ്. അതായത് എത്ര റെഡ് ഉണ്ടെന്ന് നോക്കണം. എത്ര റെഡ് ഉണ്ട്, ഒരു റെഡ് ആണുള്ളത്. അടുത്ത് എത്ര പിങ്ക് ആണുള്ളതെന്ന് നോക്കണം, രണ്ട് പിങ്ക് ആണുള്ളത്. അത് കഴിഞ്ഞ് എത്ര വൈറ്റ് ആണെന്ന് നോക്കണം, ഒരു വൈറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഫിനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. അടുത്തത് ജീനോടൈപ്പിക് റേഷ്യോ ആണ്. എത്ര ക്യാപിറ്റൽ ആർ ഉണ്ട്, എത്ര ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ട്, എത്ര സ്മോൾ ആർ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ എത്ര ക്യാപിറ്റൽ ആർ ഉള്ളത്, ഒരു ക്യാപിറ്റൽ ആർ ആണുള്ളത്. അടുത്ത് എത്ര ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉള്ളതെന്ന് നോക്കണം. ഇത് രണ്ടെണ്ണം ഉണ്ട്. ലാസ്റ്റ് സ്മോൾ ആർ എത്ര ഉണ്ടെന്ന് നോക്കണം. ഇത് ഒരെണ്ണമാണ്. അപ്പോൾ ജീനോടൈപ്പിക് റേഷ്യോയും 1:2:1 ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലെ ഫിനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും സെയിം ആണ്, 1:2:1 ആണ്. അപ്പോൾ ഈ ക്രോസിലൂടെ നിങ്ങൾക്ക് എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ പറ്റി മനസ്സിലായത്? അതായത് നമ്മളിപ്പോൾ രണ്ട് വ്യത്യസ്ത പാരൻറ്റിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ F1 ജനറേഷനിൽ ആ പാരൻറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടർ, അല്ലെങ്കിൽ ആ പാരൻറ്റിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രൈറ്റ് ആണ് ഫോം ചെയ്തത്. ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. Sometimes the F1 had a phenotype that did not resemble either of the two parents and was in between the two. F1 ജനറേഷനിലുള്ള ഫിനോടൈപ്പ് അതിൻ്റെ പാരൻസിനെ റിസെമ്പിൾ ചെയ്യാതെ, അല്ലെങ്കിൽ പാരൻസിലുള്ള ഫിനോടൈപ്പ് അവിടെ എക്സ്പ്രസ് ചെയ്യാതെ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു ട്രൈറ്റ് ആയിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ റെഡ് കളർ ഫ്ലവറിനെയും വൈറ്റ് കളർ ഫ്ലവറിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ F1 ജനറേഷനിലെ പിങ്ക് കളർ ഫ്ലവർ കിട്ടി. അതിലെന്താണ്, പാരൻസിനെ അവിടെ റിസെമ്പിൾ ചെയ്യുന്നില്ല. അത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് അവിടെ F1 ജനറേഷനിൽ കിട്ടിയത്, പിങ്ക് കളറാണ്. ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ, സ്നാപ്ഡ്രാഗൺ ഓർ ആൻറ്റി റൈനോ സ്പീഷ്യസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ. അപ്പോൾ സ്നാപ്ഡ്രാഗൺ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. റെഡ് കളർ ഫ്ലവേഴ്സിനെയും വൈറ്റ് കളർ ഫ്ലവേഴ്സിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ, അതായത് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ F1 ജനറേഷനിൽ നമുക്ക് കിട്ടിയത് പിങ്ക് കളർ ഫ്ലവേഴ്സാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആറാണ് നമുക്ക് കിട്ടിയത്. പിന്നെ വീണ്ടും ഈ F1 ജനറേഷനെ വീണ്ടും നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വെച്ച് തന്നെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ F2 ജനറേഷനിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, 1 റെഡ് ഈസ് ടു 2 പിങ്ക് ഈസ് ടു 1 വൈറ്റ്. അതായത് ഒരു റെഡും രണ്ട് പിങ്കും ഒരു വൈറ്റും. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിലെ പോലെ ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഫിനോടൈപ്പിക് റേഷ്യോ മോണോഹൈബ്രിഡ് ക്രോസിൽ 3:1 ആയിരുന്നു. ഇതിലെ 1:2:1 ആണ്. അപ്പോൾ ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എന്താണ്, ജീനോടൈപ്പിക് റേഷ്യോയും ഫിനോടൈപ്പിക് റേഷ്യോയും സെയിം ആണ്, 1:2:1 ആണ്. നമുക്കറിയാം ക്യാപിറ്റൽ ആർ റെഡ് ആണ്, സ്മോൾ ആർ വൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതിയാവും. ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനോട് പൂർണ്ണമായിട്ടും ഡോമിനൻ്റ് ആയിരുന്നില്ല. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൽ പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ആയതിനാലാണ് നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ പിങ്ക് ആയിട്ടും ക്യാപിറ്റൽ ആറിനെ റെഡ് ആയിട്ടും സ്മോൾ ആറിനെ വൈറ്റ് ആയിട്ടും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഫിനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്, ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. അപ്പോൾ ഫിനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും സെയിം ആണ്, 1:2:1 ആണ്. ഇത്രയുമാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നും അതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നും ചോദിച്ചാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.